ഞാൻ അവിടെ മന്നം സമാധിയിൽ തൊഴാൻ ചെന്നു. എനിക്ക് ഡോറ് തുറന്നു തന്നു. ഞാൻ അകത്ത് കയറി തൊഴുത് പുറത്തിറങ്ങിയപ്പോ പ്രതിനിധി സഭയിലെ തന്നെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളാണ്. വന്നിനി കണ്ടിട്ട് പോയില്ലെങ്കിൽ കുഴപ്പമാക്കണ്ട, ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. അത് അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം ബഡ്ജറ്റ് ദിവസം ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് പറഞ്ഞു ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഷോ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞോ? അതൊക്കെ അദ്ദേഹത്തിന് അവകാശപ്പെട്ട വാക്കുകളാണ്. നാവ് അദ്ദേഹത്തിന്റെയാണ്, മനസ്സ് അദ്ദേഹത്തിന്റെയാണ്. നമ്മൾ അതിലെ രാഷ്ട്രീയം ഞാൻ ഓർത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാന്യമായിട്ട് ഇറങ്ങിപ്പോന്നു. അത്രയേ ഉള്ളൂ. ദുരനുഭവം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ ഹൃദയം പൊട്ടി ഒന്ന്, അത്രയേ ഉള്ളൂ. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. എനിക്ക് സ്കൂളിൽ ചിലപ്പോ ടീച്ചർ പിടിച്ചൊന്ന് തല്ലും അല്ലെ, നമ്മളൊരു തെറ്റും ചെയ്യാതെ, അങ്ങനെ ഒരു തല്ല് എനിക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. പ്രതിനിധി സഭയിലെ ഒരാൾ വന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു. അതെന്റെ അറിവില്ലായ്മയായിപ്പോയി, അത്രയും ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലാതെ മന്നത്ത് പോകരുതെന്ന് പറയാനൊക്കത്തില്ല. കാരണം എന്റെ ജന്മനാളായിട്ട് ഞാൻ എല്ലാ ജന്മനാളിനും വരികയൊന്നുമില്ല. പക്ഷെ ഇപ്പം ഇന്ന് വാഴപ്പള്ളി ഗണപതി അമ്പലത്തിൽ എന്റെ പൂജ ഉണ്ടായിരുന്നത് കൊണ്ട് അത് തൊഴാൻ വന്നപ്പോ എനിക്ക് മന്നത്ത് അപ്പൂപ്പനെ കയറി കണ്ട് തൊഴാതെ പോകാൻ പറ്റിയില്ല. അത്രയും വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ടെക്നിക്കലായിട്ട് ഞാൻ ചെയ്തത് റോങ് ആയിരിക്കും, അത് റോങ് ആണെന്ന് അദ്ദേഹത്തിന് പറയാം. പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഷോയോ എന്റെ കൂടെ മീഡിയയോ ആരുമില്ല. അപ്പോ പിന്നെ ആ വാക്കുകൾക്ക് പ്രസക്തിയില്ല. പക്ഷെ ആ വാക്കുകൾക്ക് അദ്ദേഹത്തിന് അവകാശമുണ്ട്, പറഞ്ഞോട്ടെ.